1201 ആണ്ട് വൃശ്ചിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് കർക്കിടക കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രവും കൂടി ചേർന്നതാണ് കർക്കിടകക്കൂർ എന്ന് പറയുന്നത്. കർക്കിടകക്കൂറിൽ ഫലങ്ങൾ അതായത് 17-11-2025 മുതൽ 15-12-2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 5-12-2025 ഗുരു കർക്കിടക രാശിയിൽ നിന്ന് വക്രം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് എത്തിച്ചേരുന്നു. അതിൻ്റെ ഫലങ്ങളാണ് ആദ്യം ഞാൻ പ്രവചിക്കുന്നത്. അതായത് ഇതിൽ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ വളരെയധികം കാലതാമസം വരാം ഒരു കാര്യം നടത്തിയെടുക്കാനുള്ളത്. അലച്ചിൽ വരാം, വെറുതെ യാത്രകൾ ചെയ്യേണ്ടി വരാം, പിന്നെ ചില ദുഃഖങ്ങളൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ അത് മാറിക്കിട്ടും എന്നുള്ളതും കൂടിയാണ്. സൂര്യനും ബുധനും അതായത് സൂര്യനും ചൊവ്വയും ബുധനും കൂടി വൃശ്ചിക രാശിയിൽ സംയോജനം നടത്തുന്നു. ഇതിൽ പറയേണ്ടത് നമ്മളൊരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ആ 3 ഗ്രഹങ്ങളുടെയും സംയോജനം സൂചിപ്പിക്കുന്നത്. അമിതമായി കോപിക്കുന്നത് ഒഴിവാക്കുക, ദേഷ്യപ്പെടുന്നത് വളരെയധികം ഒഴിവാക്കുക. പിന്നെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക, അതായത് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കണം. യാതൊരു തരത്തിലും മറ്റൊരാൾക്ക് പ്രകോപനം വരുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവരുത്. നിയന്ത്രണമില്ലാതെ സംസാരിക്കരുത്. ഭാര്യയോടും മക്കളോട് പോലും ഇത് ബാധകമാണ്, അവരോടും കോപം ഉണ്ടാകരുത്. ശത്രുശല്യം കൂടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ആരെക്കുറിച്ചും ഒരു കുറ്റവും കുറവും ഒന്നും പറയാൻ വേണ്ടി മാസം നിൽക്കരുത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഇതെല്ലാം ഒഴിവായി കിട്ടും എന്നാണ് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത്. ആജ്ഞാപിക്കാൻ അധികാരമുള്ള ജോലി ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും ലഭിക്കാം. ഏതെങ്കിലും തരത്തിൽ വല്ല സർട്ടിഫിക്കറ്റുകൾക്കോ ലൈസൻസിനോ ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ലഭിക്കാം. 9 വയസ്സ് ഇനി ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രത്യേക ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോ നക്ഷത്രക്കാരുടെ ആദ്യം പുണർദം നക്ഷത്രത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കാം. ധാരാളം ധനം കിട്ടാം, സമ്പത്ത് കിട്ടേണ്ട ഒരു സാധ്യതയുണ്ട്, വസ്തുവകളൊക്കെ കിട്ടാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതികളും കോടതി കേസുകളും ഒക്കെ ജയിൽവാസമൊക്കെ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് സഞ്ചരിക്കുന്നതിനും സാധ്യത കാണുന്നു. വിദ്യാ തടസ്സവും ഉണ്ടാകാം. തൊഴിൽ ലഭിച്ചാൽ തന്നെ ആ തൊഴിൽ ഉപേക്ഷിക്കരുത്. കാരണം വേറൊരു തൊഴിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ധാരാളം ധനസമൃദ്ധിയും മറ്റു ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കാം. ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു സമയവും കൂടിയാണ്. ചില രോഗങ്ങൾ വരുമെങ്കിലും അത് കാഠിന്യം വളരെ കുറവായിരിക്കും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം വരാം, മരണതുല്യമായ അവസ്ഥകളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര നാൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് പൂർണ്ണമായി ശാന്തി ലഭിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വാഹനം, മനസമാധാനം, സ്വന്തമായി നല്ല വീട്, ഫ്ലാറ്റ്, എസ്റ്റേറ്റുകൾ എന്നിവ വാങ്ങുന്നതിന് അവസരമുണ്ട്. അത് സാധിക്കുകയും ചെയ്യുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനും ധനനാശം വരുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ ഒഴിവാക്കാം. അത് രോഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്, അശ്രദ്ധ മൂലം ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഴുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഴ്ച ഉണ്ടാവാണ്ട് ശ്രദ്ധിക്കുക. കാരണം എല്ല് പൊടിയേണ്ട സാധ്യത കാണുന്നുണ്ട്. ഇനി പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനുള്ള സാധ്യത കാണുന്നു. അവിടെ ചെന്ന് താമസിക്കാനുള്ള സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ വരേണ്ട സാധ്യത കാണുന്നു. അതുപോലെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട്
അത് നിസ്സാരമായി എടുക്കുക. പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സുരക്ഷിതമായിട്ട് ഉള്ള രീതിയിൽ ഇരിക്കുക. തെറ്റായ പ്രവൃത്തികളിൽ അറിയാതെ പോലും ചെന്ന് ചാടരുത്. അത് ഭയങ്കരമായ ദുഃഖങ്ങൾക്കും അപമാനത്തിനും ഇടയാക്കും. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര നാൾ അനുഭവിച്ച ദുഃഖം, കൊച്ചിലെ മുതൽ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. അതിന് പരിഹാരം നല്ല ഒരു സമയമാണ്. സംരക്ഷണം ലഭിക്കും. ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള നല്ല ഒരു പദവിയുള്ള ഒരു തൊഴിലും ലഭ്യമാകാം. ചില രോഗങ്ങളുണ്ടെങ്കിലും അതൊന്നും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ദമ്പതിമാർ തമ്മിൽ പിണങ്ങുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് പല രീതിയിൽ ഉള്ള ദുഃഖങ്ങൾ അതുകൊണ്ട് വരാം. ധനനാശം വരേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ധാന്യങ്ങൾക്ക് എല്ലാം ഒരു കുറവ് വരാം. ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങളുണ്ടാക്കാം. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ യോഗമുണ്ട്. അതുപോലെ സമ്പത്തും ഐശ്വര്യങ്ങളും വീടെല്ലാം ഉണ്ടാകും. ദേശം, പഞ്ചായത്ത്, താലൂക്ക്, ജില്ല, സംസ്ഥാനം ഇവിടങ്ങളിലൊക്കെ ഭാരവാഹി ആകാൻ, അതിൻ്റെ ഭരണാധികാരിയാകാനുള്ള സാധ്യതയും ജാതകത്തിൽ കാണുന്നുണ്ട്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദുഃഖവും മനപ്രയാസങ്ങളും ചില രോഗങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. അന്യദേശവാസം, അതായത് അന്യദേശത്തേക്കോ അല്ലെങ്കിൽ അന്യഭാഷാദേശത്തേക്കോ, അതായത് വിദേശത്തേക്കൊക്കെ പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. പോലീസ് പരാതികളും കേസുകളും വരാം, ശ്രദ്ധിക്കുക. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളും ധനവും ലഭിക്കുന്നതിന് ഒരു കുറവും കാണുന്നില്ല. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി, വാഹനം, മറ്റു വസ്തുവകകൾ എന്നിവ വാങ്ങുന്നതിനും സാധ്യമാകുന്നു. 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ധാരാളമായി ധനം ഉണ്ടാകാം. എങ്കിലും ധാരാളം ധനം ചെലവഴിക്കുന്നതിനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. രക്തദോഷം മൂലമുള്ള ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ആയില്യം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 9 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികൾ ഒത്തുചേരുകയും വേണ്ടുന്ന രീതിയിൽ സംരക്ഷണവും മറ്റു സഹായങ്ങളും ലഭിച്ചേക്കാം. മനസ്സന്തോഷവും ലഭിക്കാം. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ചൂഷണങ്ങൾക്കും ദുഃഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ നടക്കാം. സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും വിചാരിച്ച് തീരുമാനിച്ചതുപോലെ തീർച്ചയായിട്ടും നടക്കാം. വിദ്യാഭ്യാസവും തൊഴിലും അതായത് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുകയും ആ തൊഴിലിൽ ഉയർന്ന പദവി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെടേണ്ട, അതായത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും മരണപ്പെടേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസികമായും ശാരീരികമായും പീഡകൾ വരാം. വിദേശ നാട്ടിൽ പോയി വസിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ താമസിക്കാനും സാധിക്കും. രോഗം, ദുരിതം എന്നിവ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ചതിവുകളിലും വഞ്ചനകളിലും പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുമൂലമുള്ള ദുഃഖങ്ങളും വരാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും വേദനകൾക്കെല്ലാം പരിഹാരമായി അവർക്ക് ഈ കാലയളവിൽ അവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ആഡംബരമായ ജീവിതം നയിക്കാൻ സാധിക്കും. നല്ല പദവിയുള്ള ജോലി ലഭിക്കും. ചില രോഗങ്ങൾ മനസ്സിനെ അലട്ടുമെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ട് വരും. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി നടക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന നോട്ടീസുകൾ ലഭിക്കാം. കോടതി നടപടികളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അതിൽ തോൽവി വരാനും സാധ്യതയുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് സംഭവിച്ച ബുദ്ധിശൂന്യതയ്ക്കും അറിവില്ലായ്മയ്ക്കും ഈഗോയ്ക്കും എല്ലാം പ്രായശ്ചിത്തം സ്വന്തം നടത്തേണ്ടതായിട്ട് വരും. സ്വന്തം മനസ്സിനെ
എല്ലാം പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ സകലതിനോടും വെറുപ്പും വൈരാഗ്യവും എല്ലാം വരും. മരണതുല്യമായ അവസ്ഥകളും ആപത്തുകളും വരേണ്ട സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.